ഹലോ ഓൾ, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ 4 പേരും കൂടെ ഓണത്തിനായിട്ട് ചെറിയൊരു ഗെറ്റ് ടുഗെദറും അതേപോലെ തന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. ആക്ച്വലി ഞാനാണ് ലേറ്റ് ആയത്. ഞാൻ റെഡിയായി ഇറങ്ങിയിട്ട് മാത്രം അവൾ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ലേറ്റ് ആയത്. കാലത്ത് 8 മണി മുതൽ റെഡി ആയിട്ടിരിക്കുന്ന ആളാണ് ഈ വരുന്നത്. ഇപ്പം ഏകദേശം 11 മണിയായിട്ടുണ്ടാവും. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ആക്ച്വലി 10:30 ആയിരുന്നു ടൈം ആദ്യം പറഞ്ഞത്. പക്ഷേ രാവിലെയാണ് പെട്ടെന്ന് നേരത്തെ ആക്കിയത്, ബ്ലോക്കും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ടൈം മാറ്റി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അല്ലെങ്കിലേ പൊതുവേ ലേറ്റ് ആവുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യയുടെ വീട്ടിലേക്കാണ്. പയ്യോളി അങ്ങാടിയാണ് അവളുടെ വീട്. ആദ്യം ഡയറക്റ്റ് അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനടുത്തായിട്ട് ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രഡീഷണൽ വീടുണ്ടെന്നാണ് ദൃശ്യ പറഞ്ഞത്. ഫോട്ടോസൊക്കെ പെട്ടെന്നെടുത്ത് അവിടുത്തെ ഒരു ക്ലബ്ബ് അറേഞ്ച് ചെയ്ത ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള സദ്യ കഴിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ ഫോട്ടോസ് എടുക്കാൻ നിന്നാൽ നിങ്ങൾക്കറിയാലോ, എപ്പോഴാണോ തീർക്കാൻ വിചാരിച്ചത് അതിൻ്റെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞങ്ങൾ തീർക്കുള്ളൂ. ഇൻ കേസ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പ്ലാൻ ബിയും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആണ്. ഗുരുദേവ കോളേജിലെ ഓണാഘോഷം കഴിഞ്ഞതിന് ശേഷം ദൃശ്യം അവിടുന്ന് കൊണ്ടുവന്നാണ്. പിടിക്കാൻ പറ്റുമോ? വെള്ളം ഈ ഉരുളിയും കാര്യങ്ങളൊക്കെ ദൃശ്യയുടെ വീട്ടിൽ തന്നെ ഉള്ളതായിരുന്നു. ഞങ്ങൾ സംശയിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്ലാൻ ബി എടുക്കേണ്ടി വന്നു ഗൈസ്. ഫോട്ടോ എടുത്തെടുത്ത് ഒരു ബോധം ഇല്ലാതായി. ടൈമൊന്നും ഞങ്ങൾ നോക്കിയതേ ഇല്ല. അപ്പോഴത്തേക്കും അവിടുത്തെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തച്ചങ്കുന്നിലെ സംസം എന്ന മന്തി ഓർഡർ ചെയ്ത് ദൃശ്യയുടെ വീട്ടിൽ നിന്ന് കഴിക്കുകയാണ് ചെയ്തത്. പറയാനുള്ളത് നല്ല ഒരു അഭിപ്രായമായിരുന്നു. നല്ല വെയിലായിരുന്നു. നല്ല തീരുമാനമായിരുന്നു. പൊരി വെയിലത്ത് നിന്നിട്ടായിരുന്നു ഫോട്ടോ എടുപ്പ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു എല്ലാവരും. ഭക്ഷണം കിട്ടിയ സമയത്ത് പിന്നീട് അതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ പോയി ഒറ്റ കഴിപ്പായിരുന്നു. എന്തായാലും നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്